Hello dear friends, welcome to another new video from teachenglish.com. Today let's do the language activities given in the second unit just after the song Blowing in the Wind. First activity, read the following sentences and place them along appropriate headings in the box. 10 sentences are given. 10ഓളം സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അവ താഴെ തന്നിരിക്കുന്ന രണ്ട് കോളങ്ങളിലായിട്ട് യഥാക്രമം എഴുതുക. നമ്മളിത് പരിശോധിച്ചാൽ മനസ്സിലാകും, ചില സെന്റൻസുകൾ ക്വസ്റ്റ്യൻസ് ആണ്, മറ്റു ചിലത് ക്വസ്റ്റ്യൻസ് അല്ല. അവസാനത്തിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നോക്കിയാൽ മതി. ഇവയിലുള്ള ക്വസ്റ്റ്യൻസിനെ രണ്ടാമത്തെ ബോക്സിലേക്കും അല്ലാതെ മറ്റു സെന്റൻസുകളെ, അതായത് സ്റ്റേറ്റ്മെന്റുകളാണ് മറ്റുള്ളവ, അവയെ ഒന്നാമത്തെ കോളത്തിലേക്കും മാറ്റി എഴുതണം. Analyze the statements that you have listed in the activity. ഈ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുക. ഐഡന്റിഫൈ ദ വേർബ്സ് ഇൻ ദം, അതിലുള്ള ക്രിയകളെ കണ്ടെത്തുക. ആൻഡ് പുട്ട് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്, ശരിയായ കോളത്തിൽ അവയെ നിരത്തി എഴുതുക. അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻ ആസ് മെയിൻ വേർബ് ഓർ ഹെൽപ്പിംഗ് വേർബ്, ഇതൊരു മെയിൻ വേർബ് ആണോ, പ്രധാന ക്രിയയാണോ, അതല്ലെങ്കിൽ അവയെ പ്രധാന ക്രിയകളെ സഹായിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ആണോ എന്ന് കണ്ടെത്തിക്കൊണ്ട് എടുത്തെഴുതുക. മെയിൻ വേർബുകൾ ഗോൺ, ബാനിഷ്ഡ്, then was, were and has. ഈ was, were and has എടുത്തെഴുതിയിരിക്കുന്നത് ചില സെന്റൻസുകളിൽ മറ്റ് ക്രിയകൾ കാണില്ല. അതിന് പകരമായിട്ട് was, were and has ഇതേപോലെയുള്ള സഹായക ക്രിയകൾ തന്നെ പ്രധാന ക്രിയയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും, അവയാണ്. എന്നാൽ ഓക്സിലറി വേർബുകൾ ഉപയോഗിച്ചിരിക്കുന്നത് had, is, was and has been. മെയിൻ വേർബുകളുടെ കൂടെ അവയെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നവയാണ് ഇവ. fill in the blanks with the suitable verbs. ഈ ഒരു പ്രവർത്തനത്തിൽ തന്നിരിക്കുന്ന ബ്ലാങ്കുകളിൽ ശരിയായ വേർബുകൾ, സഹായക ക്രിയകൾ കണ്ടെത്തി എഴുതുക, അതല്ലെങ്കിൽ പ്രധാന ക്രിയകൾ കണ്ടെത്തി എഴുതുക. They are planning something different. He was reading a book when I visited him. Mr. Thoras had 2 tigers with him. A tiger may be impossible to handle. A tiger must be impossible to handle. A tiger would be impossible to handle. The shooting will need 2 more days' time. Fill in the blank columns in the table below. One has been done for you. Will എന്ന മോഡൽ ഓക്സിലറിയുടെ ഉപയോഗങ്ങൾ, ഫങ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മേക്കിംഗ് പ്രഡിക്ഷൻസ്, ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് ഓഫറിംഗ് ടു ഡു സംതിങ്, സം ടാസ്ക്, ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാം എന്ന് ഓഫർ ചെയ്യുന്നത്. എക്സ്പ്രസിംഗ് ഡിറ്റർമിനേഷൻ, ഒരാളുടെ ഡിറ്റർമിനേഷൻ, സ്ട്രോങ് വിൽ, ഉറച്ച തീരുമാനം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേക്കിംഗ് എ ഫോർമൽ റിക്വസ്റ്റ്, ഫോർമലായിട്ട് ഒരു അഭ്യർത്ഥന പറയാൻ വേണ്ടിയിട്ട്. ഡിനോട്ടിങ് ഫ്യൂച്ചർ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വില്ലിന്റെ ഉപയോഗങ്ങൾ 5ഓളം ഉപയോഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്.
അവക്ക് ഓരോ ഉദാഹരണങ്ങൾ വീതം എഴുതണം. അതും തന്നിരിക്കുന്നു. It will rain in the evening. It will help you complete this. It will speak to him. I will speak to him. Tomorrow, will you open the window please? And the train will leave at 4 o'clock. ഇവയൊക്കെയാണ് ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നത്. അതേപോലെ ബാക്കിയുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റിന് നേരെ അവയുടെ ഉപയോഗങ്ങളും അതേപോലെ തന്നെ ഒരു ഉദാഹരണം വീതം എഴുതണം. Words express desires, express intention, wish to make a request, habitual action in the past. അവക്കുള്ള ഉദാഹരണങ്ങൾ അതിനെതിരെ എഴുതിയിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവ എടുത്തെഴുതാവുന്നതാണ്. ഒരൽപ്പം വേഗത്തിൽ പോവുകയാണ് അടുത്ത സ്ലൈഡ് മുതൽ. Consider the questions you have listed in section A. ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾ പ്രത്യേകമായി ക്വസ്റ്റ്യൻ എന്നുള്ള ബോക്സിന് എതിരെ എഴുതിയിരിക്കുന്ന ചോദ്യങ്ങൾ പരിശോധിക്കുക. Had they finished the shooting? How will you answer this question? Answer is either yes, they had finished the shooting, അല്ലെങ്കിൽ no, they hadn't finished the shooting. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നുകിൽ യെസ് പറഞ്ഞുകൊണ്ട് സെന്റൻസ് പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ നോ ഉപയോഗിക്കുകയോ ആണ് ചെയ്യുക. ഈ ചോദ്യങ്ങൾ പൊതുവെ വിളിക്കപ്പെടുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ്. ഇവയുടെ ഉത്തരങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക ഒന്നുകിൽ യെസ് അതല്ലെങ്കിൽ നോ. Read the following sentences. They are going to Madras. Are they going to Madras? Nandu was working all night. Was Nandu working all night? ഈ ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കുക. Now try to frame questions for the following statements. സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്നു. അവക്ക് ഉചിതമായ തരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതുക. ആദ്യം സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. ഉത്തരങ്ങളായി കാണുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. അതിനുശേഷം മുകളിൽ എഴുതിയിരിക്കുന്ന ചോദ്യങ്ങൾ പരിശോധിക്കുക. Next, consider the following sentences. He likes oranges. Does he like oranges? They went to the nearby school. Did they go to the nearby school? I drink tea. Do you drink tea? ഇത്തരം സെന്റൻസുകളിൽ ഓക്സിലറി വെർബുകൾ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ഡമ്മി ഓക്സിലറീസ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് he likes oranges. likes എന്നുള്ളത് അവിടെ മറഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബ് ഡസ് ആണ്. ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ്. ഇനി ലൈക്ക് എന്നുള്ള വെർബില് ഡു എന്നുള്ള ഒരു ഓക്സിലറി മറഞ്ഞിരിക്കുന്നുണ്ട്. ഡു പ്ലസ് ലൈക്ക് ആണ് ലൈക്ക്. ലൈക്ട് എന്നുള്ള വാക്കില് ഡിഡ് എന്നുള്ള ഓക്സിലറി മറഞ്ഞിരിക്കുന്നുണ്ട്. ഡിഡ് പ്ലസ് ലൈക്ക് ആണ് ലൈക്ട്. Now construct questions for the following sentences. ഇവിടെയും സെന്റൻസുകൾ തന്നിരിക്കുന്നു. അവക്ക് ഉചിതമായ ചോദ്യങ്ങൾ എടുത്ത് എഴുതുക. Yes, they come here frequently. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്സിലറി വെർബിൽ വേണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. കം എന്നുള്ള വാക്കില് ഡു പ്ലസ് കം, ഡു എന്നുള്ള ഒരു ഓക്സിലറി മറഞ്ഞിരിക്കുന്നുണ്ട്. അവ ഉപയോഗിച്ച് വേണം തുടങ്ങാൻ. ഡു ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി. അതേപോലെ ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പരിശോധിക്കുക. Questions beginning with an auxiliary verb are called yes or no questions or affirmative questions. Auxiliary verb കൊണ്ട് തുടങ്ങുന്ന ചോദ്യങ്ങളെ yes or no questions അതല്ലെങ്കിൽ affirmative questions എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്. They are also called closed questions because they have two possible responses only. ഇവയെ ക്ലോസ്ഡ്
ക്വസ്റ്റ്യൻസ് എന്നും പറയാറുണ്ട്. കാരണം അവക്ക് രണ്ട് വിധത്തിലുള്ള ഉത്തരങ്ങൾ മാത്രമേ നൽകാനാവുള്ളൂ. ഒന്നുകിൽ യെസ് അതല്ലെങ്കിൽ നോ. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ആസ്ക് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വിതൗട്ട് എൻ ഓക്സിലറി വെർബ്. ഒരു ഓക്സിലറി വെർബ് ഇല്ലാതെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തുടങ്ങുക അസാധ്യമാണ്. Such questions do not ask for more information. കൂടുതൽ വിവരണത്തിന് ഇത്തരം ചോദ്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല. They only seek confirmation or negation. ഒന്നുകിൽ ഒരു കൺഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരം ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കപ്പെടുന്നത്. Activity 3. Read the following sentences from the memo. Where is the shooting location? How did the tiger react when the cage was opened? The words in bold are question words: where and how. Who, when, why, where, what, which and how are question words normally used to ask questions. They are called WH questions. Who, when, why, where, what, which and how. ഇത്തരം ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെ WH questions എന്നാണ് വിളിക്കപ്പെടുന്നത്. Imagine you have an interview with Mr. Satyajit Roy. What questions will you ask? Complete the following conversation. ഇതൊരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷനിൽ യു എന്നുള്ള ഭാഗത്തുള്ള ചോദ്യങ്ങൾ നൽകിയിട്ടില്ല. റേയുടെ ഉത്തരങ്ങൾ മാത്രമാണുള്ളത്. ചോദ്യങ്ങൾ നിങ്ങൾ രൂപപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, I learned film technology from Hollywood. ഹോളിവുഡിൽ നിന്നാണ് ഞാൻ ഫിലിമിന്റെ സാങ്കേതിക വിദ്യ പഠിച്ചത് എന്ന് റേ ഉത്തരം പറയുന്നു. അതിനുള്ള സാധ്യമായ ചോദ്യം Where did you learn film technology from? ഇതേപോലെ കോൺവെർസേഷൻ പൂർത്തിയാക്കുക. Activity 4. Read the sentences given below and identify the noun phrase and verb phrase in them. One has been done for you. Mr. Thoras nodded. Mr. Thoras, noun phrase. Nodded, verb phrase. This puzzled me. This, noun phrase. Puzzled me, verb phrase. He was a South Indian. He, noun phrase, was a South Indian, verb phrase. Mr. Thoras reached the shooting location. Mr. Thoras, noun phrase. Reached the shooting location, verb phrase. Consider the following sentence. We mounted the camera on its tripod. We, noun phrase ആണ്. Mounted the camera on its tripod is a verb phrase. അവയെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഡിസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ വെർബ് ഫ്രേസിലുള്ള മെയിൻ വെർബ് മൗണ്ടഡ് എന്നാണ്. അത് വെർബ് ആണ്. ദ ക്യാമറ എന്നുള്ളത് മറ്റൊരു നൗൺ ഫ്രേസ് ആണ്. ഓൺ ഇറ്റ്സ് ട്രൈപ്പഡ്, ഓൺ എന്ന പ്രിപ്പസിഷനിൽ തുടങ്ങുന്ന ഈ ഫ്രേസ് ഒരു പ്രിപ്പസിഷണൽ ഫ്രേസ് ആണ്. ഇതേപോലെ തന്നിരിക്കുന്ന സെന്റൻസുകൾ അനലൈസ് ചെയ്തുകൊണ്ട് എടുത്തെഴുതുക. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് എടുത്തെഴുതുക. ഇപ്പൊ ഈ ഭാഗത്ത് ചോദ്യത്തിൽ തന്നെ നൗൺ ഫ്രേസ് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ അടിവര ഇട്ടിട്ടുണ്ട്. ഈ അടിവര ഇട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് പൊതുവെ വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. ആ വേർബ് ഫ്രേസിനെ വീണ്ടും നാം അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നവ ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. അല്ലാതെ ഒന്നാമത്തെ ഭാഗത്തുള്ള നൗൺ ഫ്രേസിനെ നാം വീണ്ടും എടുത്തെഴുതുന്നില്ല. We went to meet the manager. We എന്നുള്ളത് നൗൺ ഫ്രേസ്. Went to meet the manager verb phrase ആണ്. ആ verb phraseൽ went to meet, went എന്നുള്ളത് verb phraseഉം to meet the manager എന്നുള്ളത് ഒരു adverbial phraseഉമാണ്. Mr. Thoras reached the shooting location with a tiger. Mr. Thoras, noun phrase. Reached the shooting location with a tiger എന്നുള്ളത് verb phrase. അവയെ വീണ്ടും നാം അനലൈസ് ചെയ്യുമ്പോൾ reached എന്നുള്ളത് verb phrase, the shooting location എന്നുള്ളത് noun phrase,
with a tiger ഒരു prepositional phrase. Third one, the shopkeeper gave Ali a small black bag to put potatoes. Shopkeeper noun phrase ആണ്. ബാക്കിയുള്ള verb phrase-നെ അനലൈസ് ചെയ്താൽ gave എന്നുള്ളത് verb phrase, Ali എന്നുള്ളത് ഒരു noun phrase, a small black bag എന്നുള്ളത് ഒരു noun phrase, to put potatoes എന്നുള്ളത് adverbial phrase. The cage on the lorry was covered. The cage on the lorry. The cage എന്നുള്ളത് noun phrase ആണ്. On the lorry എന്നുള്ളത് prepositional phrase. Was covered എന്നുള്ളത് verb phrase. Notices were placed in the press all over the United States. Notices എന്നുള്ളത് noun phrase. Were placed എന്നുള്ളത് verb phrase. In the press എന്നുള്ളത് prepositional phrase. All over the United States എന്നുള്ളത് adverbial. We were watching a new and strange kind of circus. We noun phrase. Were watching verb phrase. A new and strange kind of circus എന്നുള്ളത് മറ്റൊരു noun phrase. ഇത്രയുമാണ് ആ വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ. Thus the following forms may appear along with the verb to form a verb phrase. Auxiliary verb ഉണ്ടാകും, prepositional phraseകൾ ഉണ്ടാകും, adverbial phrase ഉണ്ടാകും, noun phrase ഉണ്ടാകും. ഇതിലേതെങ്കിലും 4 കാറ്റഗറിയിലും പെട്ട ഫ്രേസുകൾ ഒരു verb phrase-ൽ കണ്ടെത്തിയേക്കാം. It is to be noted that verb phrase can even have a noun phrase accompanied by a determiner or an adjective. ഒരു adjective അതല്ലെങ്കിൽ determiner ഉള്ള noun phrase പോലും ഒരു verb phrase-ൽ നാം കണ്ടെത്തും എന്നുള്ളതാണ് മുകളിൽ നാം ചെയ്തിരിക്കുന്ന 7 സെന്റൻസുകളെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിനൊരു ഉദാഹരണമാണ് we went to meet the manager. We എന്നുള്ളത് noun phrase, went എന്നുള്ളത് verb ആണ്, to meet the manager എന്നുള്ളത് adverbial ആണ്. അതിൽ the manager എന്നുള്ളത് നാം പരിശോധിക്കുകയാണെങ്കിൽ അതൊരു noun phrase ആണ്. ആ noun phrase-ൽ the എന്നുള്ളൊരു determiner ഉണ്ട്, the manager. Sentence patterns of 4 sentences given above can be written as. മുകളിൽ നാം പരിശോധിച്ചിരിക്കുന്ന സെന്റൻസുകളുടെ പാറ്റേൺ എഴുതുകയാണെങ്കിൽ ഒന്നാമത്തേത് സബ്ജക്റ്റ് പ്ലസ് വേർബ്, രണ്ടാമത്തേത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, മൂന്നാമത്തേത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് കോംപ്ലിമെന്റ്, നാലാമത്തേത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് അഡ്വേർബിയൽ ഫ്രേസ്. ഇവക്കുള്ള ഉദാഹരണം സബ്ജക്റ്റ് പ്ലസ് വേർബ് ഹി ഡാൻസ്ഡ്, സെക്കൻഡ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഷീ സിങ്സ് സോങ്സ്, സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെന്റ് ഐ എം an Indian, സബ്ജക്റ്റ് വേർബ് അഡ്വേർബിയൽ ഷീ കെയിം yesterday. Apart from these 4 sentence patterns, there are 3 more basic sentence patterns in English. മുകളിൽ പറഞ്ഞിരിക്കുന്ന 4 വിധ സെന്റൻസ് ക്രമങ്ങളല്ലാതെ 3 ബേസിക് സെന്റൻസ് പാറ്റേൺസ് കൂടി ഇംഗ്ലീഷിലുണ്ട്. അവ താഴെ നൽകുന്നവയാണ്. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് കോംപ്ലിമെന്റ്, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ആഡ്വേർബിയൽ. എക്സാമ്പിൾസ് ഇവക്കനുസരിച്ചുള്ള എക്സാമ്പിൾസ് ആണ് താഴെ നൽകുന്നത്. രാഹുൽ gave me a book. Second, Rahul colored the car blue. Rahul kept the letter in a book. Activity 5. Look at the following sentences from the memo. This job is done by their stand-ins. Notices were placed in the press all over the United States.
Some films have been made in Bombay and Madras. Gubi and Bhaga could be petrified by the tiger. Do the sentences have the similar pattern to those mentioned in activity 4? നാലാമത്തെ ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്ന സെന്റൻസുകളുടെ അതേ പാറ്റേൺ ആണോ ഈ സെന്റൻസുകൾക്ക് ഉള്ളത്? അല്ല എങ്കിൽ നിങ്ങൾ എന്ത് മാറ്റങ്ങളാണ്, വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? No, they have a different pattern. നാലാമത്തെ ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്ന സെന്റൻസുകളേക്കാൾ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആണ് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിൽ ഉള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർബുകൾ, ക്രിയകൾ ഈസ് ഡൺ, were placed, have been made, could be petrified തുടങ്ങിയവയാണ്. Here the persons who have done the actions are not given importance. ഇവയിൽ പ്രവർത്തനം ചെയ്തിരിക്കുന്ന ആളുകൾ, നൗണുകൾ, സബ്ജക്റ്റുകൾ അവക്ക് പ്രാധാന്യം ഇല്ല എന്നാണ് ഈ സെന്റൻസുകൾ കാണിക്കുന്നത്. റൈറ്റ് ദി above sentences in SVO pattern. അതേ സെന്റൻസുകൾ SVO പാറ്റേണിലേക്ക് മാറ്റി എഴുതുക. Their stand-ins do this job. He placed notices in the press all over the world. They have made some films in Mumbai and Chennai. The tiger could petrify Gubi and Bhaga. ഇവയിൽ പ്രവർത്തനം ചെയ്ത ആളുകൾ അവക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവയാണ് ഈ സെന്റൻസുകളിലുള്ള സബ്ജക്റ്റ്. ഇത്രയുമാണ് രണ്ടാമത്തെ യൂണിറ്റിലെ ലാംഗ്വേജ് ആക്ടിവിറ്റീസ്. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. നമസ്കാരം.